നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലത്തെ ഡേ ഹൈ ഇവിടെ നീല ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഡേ ലോയും ഇവിടെ നീല ലൈൻ വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ഹൈയും ലോയും നമ്മൾ പച്ച വരയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇന്നത്തെ ഈ ഹൈയും ലോയും ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്യണം. അതിനുശേഷം ഒരു റീടെസ്റ്റ് കിട്ടണം. ആ സൈഡിലേക്ക് നമുക്ക് എൻട്രി എടുക്കണം. അതാണ് ഇനി വേണ്ടത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈയും ലോയും തമ്മിൽ ഒരു 1% ചേഞ്ചാണ് നിലവിലുള്ളത്. നമ്മുടെ സ്റ്റോക്ക് നമുക്കറിയാം, ഏകദേശം 2.5% ATR സ്റ്റോക്കിന് വരുന്നത്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു വലിയ മൂവ് എന്ന് നടക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ വേണ്ടത്. അതും ഈ ബ്രേക്ക് എന്ന് പറയുന്നത് നമുക്ക് 11 മണിക്ക് മുന്നേ കിട്ടണം. ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് അത് സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഇന്ന് സ്റ്റോക്കിൽ ട്രേഡ് എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും സ്റ്റോക്കിലും കൂടെ ഇന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് നോക്കി വെക്കേണ്ടി വരും. അപ്പോൾ ഇത് കുറച്ചധികം നേരം സൈഡ് വൈസ് നിൽക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. സോ കുറച്ച് നേരത്തിന് ശേഷം നമുക്കിതിൻ്റെ അവസ്ഥ എന്താകും എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ഇന്നത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ റേഞ്ച് കട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു റീടെസ്റ്റ് വരാതെ കണ്ടിന്യൂസ് 1 സൈഡഡ് മൂവാണ് നടത്തിയേക്കുന്നത്. അതും ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു 1.5% മൂവ് നടത്തിയിട്ടുണ്ട്. നമ്മുടെ എൻട്രി സ്ട്രാറ്റജി ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ റീടെസ്റ്റ് വരാത്തിടത്തോളം നമുക്കവിടെ എൻട്രി ഇല്ല. നമ്മളൊരു റൂള് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂള് നമ്മൾ തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ റൂള് അനുസരിച്ച് നമ്മൾ എടുക്കാവുന്ന എൻട്രികളിൽ അല്ലെങ്കിൽ ആ സ്ട്രാറ്റജിയിൽ നമുക്ക് ആവറേജ് എന്ത് റിസൾട്ട് കിട്ടുമെന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ് എന്താണോ നമ്മളുടെ റൂള് അത് നമ്മൾ എല്ലായ്പ്പോഴും പാലിക്കുക എന്നുള്ളതാണ് ഈ ട്രേഡിംഗ് ഡിസിപ്ലിൻ ഇല്ല ട്രേഡിംഗ് സൈക്കോളജി എന്നതെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ട്രേഡ് എടുത്തിട്ടില്ല. അതർവൈസ് ഇന്നിന് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും എന്നും തോന്നുന്നില്ല. കാരണം ഈ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് 11 മണി കാലത്തെ 11 മണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് എൻട്രി എടുക്കേണ്ട കാര്യം ഇല്ല. അതിപ്പോൾ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല. ഒപ്പം 11 മണി കഴിഞ്ഞു, ബ്രേക്ക് സംഭവിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ കണ്ടീഷനിലൊക്കെ അന്നത്തെ ദിവസം നമ്മൾ പിന്നെ ട്രേഡ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് വേണ്ടത് കൃത്യമായി സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയും അതിൽ നിന്ന് കൃത്യമായൊരു ആവറേജ് റിസൾട്ട് കണ്ടെത്തുകയുമാണ് വേണ്ടത്. അപ്പോൾ കുറച്ചധികം ദിവസങ്ങൾ ഇതുപോലെ ട്രേഡ് നഷ്ടപ്പെട്ടു പോകും. അതിൽ തെറ്റൊന്നുമില്ല. പണ്ടത്തെ രീതി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ട്രേഡ് നഷ്ടപ്പെട്ട് അതിൻ്റെ പുറകെ പോയി എൻട്രി എടുക്കും. പുറകെ പോയി എൻട്രി എടുത്താലുള്ള കുഴപ്പം അറിയാം. നമ്മൾ ഇമോഷണലി പോയി ചെയ്യുന്നതൊക്കെ ഒരു 90% സാധ്യത തെറ്റാകാനുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു തെറ്റ് വരുത്തി ലോസ് എടുക്കുന്നതിൽ നല്ലത് ട്രേഡ് ചെയ്യാതിരിക്കുന്നത്. അന്ന് ലോസ് വന്നില്ല എന്നതുകൊണ്ട് ആ ദിവസം ലാഭമായിട്ട് കണക്കുകൂട്ടാം. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ 11 മണി വരെ ഈ ഒരു ചാർട്ടിൽ നമ്മളിപ്പോൾ നോക്കും. എൻട്രി റീടെസ്റ്റ് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കും. അതർവൈസ് ഇവിടെ വരുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് എൻട്രി എടുക്കാനില്ല. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നമ്മൾ കുറച്ചൊരു ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടത് ഒരു 5-6 സ്റ്റോക്കിൻ്റെ ഇന്നത്തെ 5 മിനിറ്റ് റേഞ്ച് ബ്രേക്ക് ഔട്ടിൻ്റെ ഒരു ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അവസാനിപ്പിക്കുന്നുണ്ടാകും. അപ്പോൾ എന്തായാലും കുറച്ച് നേരം കൂടെ ഒരു 11 മണി വരെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സമയം 10:52. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ റേഞ്ച് ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം റീടെസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. 11 മണിക്ക് ഉള്ളിൽ റീടെസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രാറ്റജി പറയുന്നത് അതായതുകൊണ്ട് തന്നെ നമ്മളിനി ഇന്ന് ട്രേഡ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ 8 മിനിറ്റും കൂടെ ഉള്ളൂ
അതിനുള്ളിൽ എന്തായാലും റീടെസ്റ്റ് വരാനോ നമുക്ക് എൻട്രി കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതർവൈസ് അത് സംഭവിക്കുകയാണെങ്കിൽ നമുക്കപ്പോൾ നോക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് ഇന്നലത്തെ ട്രേഡിൻ്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇന്നലെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ് നമ്മൾ തുടങ്ങിയത് ഇവിടെയാണ്. 13-ാം തീയതി വെള്ളിയാഴ്ച തൊട്ട് ചെയ്ത് തുടങ്ങിയാണ്. അതിനുശേഷം 3 ദിവസം നമുക്ക് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. 1, 2, 3, 4, 5 ദിവസം ലോസും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 5 ദിവസത്തെ നമ്മുടെ ലോസ് നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ മൊത്തം 540 രൂപ ലോസ്. പ്രോഫിറ്റ് 3 ദിവസമാണ് കിട്ടിയേക്കുന്നത്. അതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 435 രൂപ പ്രോഫിറ്റ്. അപ്പോൾ ഈ മാസത്തെ നെറ്റ് ലോസ് വരുന്നത് 100 രൂപ 95 പൈസ ലോസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ 94 ദിവസം ഇന്നലെ വരെ 94 ദിവസം ട്രേഡ് ചെയ്തപ്പോൾ മൊത്തം ടോട്ടൽ ലോസ് വരുന്നത് ജസ്റ്റ് 1000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഈ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 4 ഡേയ്സ് മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇന്ന് ട്രേഡ് ഇല്ല എന്ന് കണക്കൂട്ടിയാൽ 209 രൂപ ലോസും അതിന് അഗൻസ്റ്റായിട്ട് 375 രൂപ പ്രോഫിറ്റും. അപ്പോൾ വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിലുണ്ട്. ഓക്കെ, എനിവേ ഇത്രയേ ഉള്ളൂ. സ്ട്രാറ്റജി നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുവാണ്. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സിൽ നമുക്കതിൻ്റെ കൗണ്ട് എടുക്കാം. 7 ദിവസം 7 ദിവസം നമുക്ക് ലോസ് കിട്ടിയിട്ടുണ്ട്. എഗെയിൻസ്റ്റ് 3 ദിവസം മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നമ്മുടെ നെറ്റ് ലോസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്ന് നമുക്ക് പറയാം. അതായത് 435 രൂപ പ്രോഫിറ്റും 540 രൂപ ലോസും. അതായത് 100 രൂപയോളം മാത്രം ചെറിയൊരു ലോസേ ഉള്ളൂ. അത് നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുതലും ലോസ് സംഭവിച്ചിട്ട് അത്രയും നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ലോങ് റണ്ണിൽ വരുമ്പോൾ സ്ട്രാറ്റജി പ്രകാരം നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നത് തന്നെയാണ് അത് കാണിക്കുന്നത്. അതിനകത്ത് ഈ ഒരു പ്രോഫിറ്റ് കിട്ടിയ ദിവസം 60 രൂപ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. അതായത് 1:1 കിട്ടിയിട്ടുള്ളൂ. അന്നത്തെ ദിവസം 1:2 അച്ചീവ് ചെയ്തതാണ് നമുക്ക്. പക്ഷേ 1:1 എടുക്കാനേ പറ്റിയിട്ടുള്ളൂ. അന്നും 1:2 ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു ലോസ് കാണേണ്ടതില്ല. മേ ബി പ്രോഫിറ്റിലേക്കും ഇല്ല പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള സാധ്യത. ഇവിടെ 1:3 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ ദിവസം നമുക്ക് 1:2 കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ ലോങ് റണ്ണിൽ അതായത് 100 ദിവസത്തോടെ അടുക്കുമ്പോഴും നമ്മുടെ ലോസ് എന്ന് പറയുന്നത് കേവലം 1000 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതിൽ തന്നെ ഒരു ദിവസം അബദ്ധം പറ്റിയതാണ് 1000-നടുത്ത് രൂപയുടെ ലോസ് സംഭവിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഓൾ ഓവർ നമ്മളുടെ മൈൻഡ് ഇല്ലെങ്കിൽ ഈ ഒരു രീതി ട്രേഡിങ്ങിൽ ആദ്യമായിട്ട് നമ്മളിപ്പോൾ സ്റ്റേബിൾ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ എൻട്രി പൊസിഷനടുത്തേക്ക്, അതായത് ഇവിടെ ബ്രേക്ക് ആൻഡ് റീടെസ്റ്റ്, ഇവിടെ റീടെസ്റ്റിനടുത്തേക്ക് മാർക്കറ്റ് വരുന്നതായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാൽ പോലും ഇതിവിടെ വരും എന്ന് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. മാർക്കറ്റ് ഓൾ ഓവർ നോക്കിക്കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഡെൽറ്റ പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇത് ഡൗൺ സൈഡ് പോകാൻ സാധ്യത കുറവാണ് നമുക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ പോലും നല്ല രീതിയിലുള്ള ഒരു ഡൗൺവേർഡ് പുഷ് നമുക്കിവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. എനിവേ ഇന്നെന്തായാലും നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.